Do you think life in Germany is easy, hard, especially for students coming from Kerala? പാടാണോ എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ അത് നമ്മൾ ഓരോ കാര്യങ്ങൾ എങ്ങനെ ചെയ്യുന്നതെന്നനുസരിച്ചിരിക്കും. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ മാനേജ് ചെയ്ത നമ്മൾ നന്നായിട്ട് പ്ലാൻ ചെയ്ത് മാനേജ് ചെയ്ത് ഇപ്പോൾ ഒരാഴ്ചത്തെ കാര്യം നമ്മൾക്ക് കറക്റ്റ് പ്ലാനിങ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നടക്കും. പ്ലാനിങ് ഇല്ലെങ്കിൽ അത് ഭയങ്കര പാടായിരിക്കും. കാരണം ഇവിടെയാണെങ്കിലും ഓരോ അപ്പോയിൻമെൻറ്റ് എടുക്കണം, നമ്മൾക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ദിവസം നമുക്കൊരു 5 കാര്യം ചെയ്യാനുണ്ടെങ്കിൽ 5 കാര്യം ചെയ്ത് തീർക്കണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് നല്ലപോലെ പ്ലാൻ ചെയ്യണം. അങ്ങനെ പ്ലാൻ ചെയ്ത് പോയാൽ നമുക്ക് വർക്കും ക്ലാസ്സും ലാബ് ഉണ്ടെങ്കിൽ അത് എല്ലാം നമുക്ക് കുഴപ്പമില്ലാതെ പൊക്കോളും. Are you currently doing part-time job? ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ പാർട്ട് ടൈം ഇവിടെ മെക്ഡൊണാൾഡ്സിലാണ് ചെയ്യുന്നത്. എനിക്ക് ആഴ്ചയിൽ ഒരു 2 ദിവസം ഞാൻ ചെയ്യുന്നുള്ളൂ. കാരണം എനിക്ക് തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ എനിക്ക് പ്രാക്ടിക്കലുണ്ട്. അത് കഴിഞ്ഞ് ശനിയും ഞായറും ഞാൻ വർക്ക് ചെയ്യും. പക്ഷേ ഇത് എപ്പോഴും എൻ്റെ റുട്ടീനല്ല, ഇത് മാറും. ഇപ്പോൾ ആഴ്ച 3 ദിവസം ചെയ്യും, ചിലപ്പോൾ 3 ദിവസം ചെയ്യും, ചിലപ്പോൾ 2 ദിവസം ചെയ്യും. Now that you have stayed here for almost 2 years, did you come here with second year of blocked account as well, or you managed all by yourself? ഞാൻ ആദ്യം ബ്ലോക്ക്ഡ് അക്കൗണ്ട് കാണിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ കൊണ്ടുവന്നത്. അത് കഴിഞ്ഞ് നമുക്ക് പാർട്ട് ടൈം ചെയ്താൽ പിന്നെ അതൊരു സ്ഥലത്തിനനുസരിച്ചിരിക്കും. ചില സ്ഥലങ്ങൾ അവർ ചോദിക്കും സെക്കൻഡ് ഇയറും ഫുൾ ബ്ലോക്ക്ഡ് എമൗണ്ട് അല്ലെങ്കിൽ പകുതി ബ്ലോക്ക്ഡ് എമൗണ്ട് കാണിക്കാൻ പറയും. പിന്നെ ചില സ്ഥലങ്ങളിൽ വർക്ക് കോൺട്രാക്റ്റ് ഉണ്ടെങ്കിൽ അത് കാണിച്ചാലും മതി. എനിക്ക് തോന്നുന്നു ബ്ലോക്ക്ഡ് അക്കൗണ്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. വന്ന ഉടനെ ഇപ്പോൾ ഞാൻ ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ വന്ന ഉടനെ പാർട്ട് ടൈമിനൊന്നും പോയില്ലായിരുന്നു. ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് പാർട്ട് ടൈമിന് പോയത്. പക്ഷേ വന്ന ഉടനെ പാർട്ട് ടൈമിന് പോയാൽ നമ്മൾക്ക് നമ്മുടെ ബ്ലോക്ക്ഡ് അക്കൗണ്ട് തൊടേണ്ട ആവശ്യം വരില്ല. നമുക്കത് അതേപടി തന്നെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു കൊടുക്കണമെങ്കിൽ തിരിച്ചു കൊടുക്കാം. പിന്നെ സെക്കൻഡ് ഇയറിൽ ബ്ലോക്ക്ഡ് അക്കൗണ്ടും നമുക്ക് അങ്ങനെ ഇപ്പോൾ ആ ബ്ലോക്ക്ഡ് അക്കൗണ്ട് എടുക്കാതിരുന്നാൽ അത് നമുക്ക് കാണിക്കാം. അല്ലെങ്കിൽ പാർട്ട് ടൈം വെച്ചിട്ട് എനിക്ക് തോന്നുന്നു നമുക്ക് ഫുള്ളും കാണിക്കാൻ പറ്റുമെന്ന് ഞാൻ പറയില്ല പാർട്ട് ടൈം വെച്ചിട്ട്. കാരണം നമ്മുടെ ഇവിടുത്തെ എക്സ്പെൻസും എല്ലാം കൂടെ വരുമ്പോൾ നമുക്ക് അത്ര സേവ് ചെയ്യാൻ പറ്റില്ല. 10 ലക്ഷം കൂടെ നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ സേവ് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ചില സ്ഥലങ്ങളിൽ 10 ലക്ഷം തന്നെ ചോദിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പകുതി ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. പകുതി ചിലപ്പോൾ വർക്ക് കോൺട്രാക്റ്റ് അവർ കാണിക്കാൻ പറയും, അല്ലെങ്കിൽ പകുതി നിങ്ങൾ വേറെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ എവിടെയെങ്കിലും എടുക്കേണ്ടി വരുമായിരിക്കും. പക്ഷേ ഇവിടെ കൂടുതലും പേര് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ ഇപ്പോൾ അവർ പകുതി എവിടെയെങ്കിലും ഒപ്പിക്കും, അല്ലെങ്കിൽ പകുതി അവർ വർക്ക് ചെയ്ത് സേവ് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കോൺട്രാക്റ്റ് കാണിച്ചാൽ മതി.